ശാരദ വരുന്നുണ്ടോ? വരുന്നു. അവൾ എങ്ങനെയാണ്? അമ്മ വേലയ്ക്ക് പോയപ്പോ പറഞ്ഞായിരിക്കും. ആ കുറിപ്പ് വല്ലതും സംശയിച്ചു? എന്തോ. കുട്ടികളുണ്ടോ? ഉണ്ട്. നീ ഉടനെ പുറത്തു പോ. ആ കുട്ടികളെ ഇങ്ങോട്ട് അയക്കരുത്. നീ എന്നെ പിടിപ്പിക്കാൻ തുടങ്ങുകയാണ്. ആരെങ്കിലും നിന്നെ പിന്തുടർന്ന് വന്നാൽ അപകടമല്ലേ? എന്തിനാണ് നീ വന്നത്? ആ കുറിപ്പ് നിന്നെ കാണുക കൂടി ചെയ്തു. വേറെ ആരെങ്കിലും കണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നും അറിയാൻ പാടില്ല. അയ്യോ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ സാരമില്ല, നീ പരിഭ്രമിക്കണ്ട. പോലീസുകാരറിയുമോ? നീ വിഷമിക്കാതിരിക്കും ശാരദേ. വേഗം സംസാരിച്ചിട്ട് പോയാൽ മതി. ഒളിവിൽ കഴിയുന്നതിന്റെ ക്രമവും ചിട്ടയും നിനക്കറിയാൻ വയ്യാഞ്ഞിട്ട് പറ്റിയ അപകടമാണ്. ഇപ്പോഴെന്തിനാ വന്നത്? ഒന്ന് കാണാൻ. സങ്കടപ്പെടാതിരിക്കൂ, സങ്കടപ്പെടാതിരിക്കൂ. പോലീസുകാർ വീട്ടിൽ ചെയ്ത ശല്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഇതെല്ലാം സഹിക്കുന്നതെന്ന് മാത്രം വിചാരിച്ച് നീ സമാധാനിക്കണം. ഞാൻ എന്തും സഹിക്കും. അങ്ങേ അവരുടെ കയ്യിൽ കിട്ടിയാൽ. അയ്യോ, കിട്ടിയാൽ അവരെന്നെ കൊല്ലും. പക്ഷേ എന്നെ അവർക്കങ്ങനെ കിട്ടാൻ പോകുന്നില്ല. 5000 അല്ല 50,000 വാഗ്ദാനം ചെയ്താലും എന്റെ രക്ഷയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്. അതോർത്ത് നീ ദുഃഖിക്കണ്ട. യഥാർത്ഥത്തിൽ നീയാണ് ദുഃഖിക്കാൻ പോകുന്നത്. എല്ലാം സഹിച്ചും കുഞ്ഞുങ്ങളെ നീ വളർത്തണം. നിന്റെ മനസ്സ് ഒട്ടും പതറരുത്. എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ കഴിവുള്ളവളാണ് ഈ ശാരദ. അതോർത്ത് വിഷമിക്കരുത്. ശരി, എന്നാൽ ഇനി താമസിക്കണ്ട, പോ. കുട്ടികൾ അച്ഛനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വേണ്ട വെങ്കം, വേണ്ട. അവരെന്നെ കാണരുത്. കുട്ടികൾക്ക് ഒന്നും ഒളിക്കാനുള്ള ശക്തിയില്ല. അത് അപകടമാണ്. അയ്യോ, അവരെപ്പോഴും അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ശാഠ്യമാണ്. പ്രത്യേകിച്ച് മോൾ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? വികാരത്തിന് നമ്മൾ അടിമപ്പെട്ടു പോയാൽ അത് അപകടത്തിന് കാരണമാകും. കുട്ടികളോട് അച്ഛനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കൂ. അവർ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുകയാണ്. ഞാൻ അവരെ കാണുമെന്ന് എനിക്ക് നിർബന്ധമാണ്. അപകടമുണ്ടാകുമെങ്കിൽ? ചിലപ്പോൾ. എങ്കിൽ വേണ്ട. എന്നാൽ നീ വേഗം പോകും. കുഞ്ഞുങ്ങളെ അധിക നേരം ആശിപ്പിച്ച് നിർത്തരുത്. തന്നെയുമല്ല, എന്റെ തന്നെ നിയന്ത്രണം ചിലപ്പോൾ വിട്ടുപോകും ശാരദ. അങ്ങൊരു വിധത്തിലും എന്നെയും മക്കളെയും ഓർത്ത് വിഷമിക്കരുത്. പക്ഷേ പോലീസിന്റെ കയ്യിൽ പെടരുത്. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നാട്ടുകാരെ വിശ്വസിക്കൂ. മോള് വിളിക്കുന്നു. ഓ,
ആണോ? വരാൻ പറയാം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ചെക്ക് വന്നിട്ടുണ്ടോന്നാണ്? ഇല്ല. കൊല്ലം ഡിവിഷൻ കമ്മിറ്റി കോറിയറെ ചെങ്കോട്ടെ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ മുഖേനയുള്ള എല്ലാ ബന്ധങ്ങളും വേർപെട്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കകം ബന്ധം വീണ്ടും കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലായിടത്തും സംഘടനകളായിട്ടുണ്ടെന്നാണ് അറിവ്. ആണ്. ഈ സർക്കുലറിന്റെ കുറെ കാപ്പികൾ ഇന്ന് തന്നെ സൈക്ലോ സ്റ്റൈൽ ചെയ്യിക്കണം. ശരി. പിന്നെ നമ്മുടെ മകനില്ലേ അപ്പു, അവരും പ്രവർത്തിക്കുന്നുണ്ട്. ചില രഹസ്യ കത്തുകളും രേഖകളും അവന്റെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ അവനും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ. കുഞ്ഞുങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരിക്കും. ഇപ്പോൾ 1 വർഷമായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട്. പെണ്ണ് പേടിച്ചു പോയി. പിന്നെ പിന്നെ ഛേദമുണ്ട് പേടിക്കാൻ. പെണ്ണോർത്ത് പോലീസ് ഒന്ന് പിടിച്ചെന്ന്. പിന്നെ പിന്നെ നീ പേടിച്ചില്ലൂടി? ഇല്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറയും. എന്തോന്ന് പറയും? ഞാൻ പറയും. എന്തു പറയുന്നു? അന്നിരിക്കെ സോമനോട് വഴക്കൂട്ടിയ കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറയും. എന്താ അമ്മണിമോളെ വഴക്ക്? കൊച്ചുമ്മ, ഈ ചേട്ടൻ എന്നെ പേടിപ്പിച്ചു. കൊച്ചുമ്മ, നീ എന്തിനാണ് അവളെ പേടിപ്പിച്ചതപ്പോ? അവള് പേടിച്ചില്ലെന്ന് പറഞ്ഞതോ? ആഹാ, പറഞ്ഞോ? ഒരു വിശേഷക്കാരൻ. ഇങ്ങോട്ട് വാ. നീ അവിടെ പോയോ? പോയി. ഇന്ന് ഒരെഴുത്തേ ഉള്ളൂ. കുഴപ്പമുണ്ടാക്കുന്നു. കൊച്ചുമ്മ, ഞാൻ അവിടെ ഒരാളെ കണ്ടു. ആരും ചേട്ടൻ കണ്ടത്? അപ്പു, നിന്നോട് ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടില്ലയോ? ഞാൻ കൊച്ചുമ്മയോടായതുകൊണ്ടല്ലേ പറഞ്ഞേ. എന്നോടായാലും നിന്റെ അമ്മയോടായാലും ആരോടും മോൻ പറയരുത്. ആരേ ചേട്ടൻ കണ്ടത്? മോളെ, മോൾ ഇതൊന്നും ചോദിക്കരുത് മോളെ. അറിഞ്ഞാലും ഞാൻ പറയല്ലോ കൊച്ചുമ്മ. ഒളിച്ചിരിക്കുന്നവർ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാ മോൾ ആരോടും പറയരുത്. പറയോ? പറയോ മോള്? തീർച്ച? മിടുക്കി. പിന്നെ കൊച്ചുമ്മ കുളിക്കാൻ പോന്നു. നിങ്ങൾ വരുന്നുണ്ടോ? എത്ര നാളാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒളിച്ച് നടക്കുന്നത്? മണ്ടി, എന്തിനാണ് കരയുന്നത്? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. കരയാതിരിക്കൂ. എത്ര നാളായി ഞാനൊന്ന് കണ്ടിട്ടെ. ഒളിവിലാണെങ്കിലും ഞങ്ങൾക്ക് വളരെയേറെ ജോലിയുണ്ട്. കുറെ നാളായി ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വരൂ, നമുക്ക് ആ മലയുടെ മുകളിലേക്ക് പോകാം.